ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉമ്മി അമ്മിയിലെ പുതിയൊരു ടിപ്പ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ വീട്ടമ്മമാരെല്ലാവരും കറികളിലൊക്കെ ധാരാളമായിട്ട് കറിവേപ്പിലേക്ക് ഇടുന്നവരാണല്ലോ. അതുകൊണ്ട് തന്നെ മിക്ക വീടുകളിലും കറിവേപ്പിലയൊക്കെ ഉണ്ടാവും. കറിവേപ്പിലയൊക്കെ നട്ടുവളർത്താൻ സ്ഥലം ഇല്ലാത്തവരാണെങ്കിൽ നമ്മളത് പുറത്തുനിന്ന് വാങ്ങിക്കുക, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ബന്ധുക്കളുടെ വീട്ടിൽ നിന്നോ കൂട്ടുകാരുടെ അടുത്തു നിന്നൊക്കെ നമ്മൾ കറിവേപ്പിലേക്ക് കൊണ്ടുവരാറുണ്ട്. അങ്ങനെ കൊണ്ടുവരുന്ന കറിവേപ്പില 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിന്റെ കളറൊക്കെ പോയിട്ട് കൊഴിഞ്ഞൊക്കെ പോവാറുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് 2-3 ടിപ്സുകൾ ഞാൻ ഇന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ കറിവേപ്പില ഒടിച്ചെടുക്കുകയാണ്. നമ്മൾ കറിവേപ്പിൽ നിന്ന് കറിവേപ്പില എപ്പോഴും ഇതുപോലെ ഇങ്ങനെ ഒടിച്ചെടുക്കാനേ പാടുള്ളൂ. അങ്ങനെ ഒടിച്ചെടുത്താലാണ് കറിവേപ്പില നന്നായിട്ട് പിന്നെയും കിളിർത്ത് വരികയുള്ളൂ. അപ്പോൾ ഈ കറിവേപ്പില ഒടിച്ചെടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ നല്ല ഫ്രഷ് ആയിട്ട് ഇതുപോലെ തന്നെ പച്ച നിറത്തോടു കൂടി ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള കുറച്ച് 2-3 ടിപ്സുകൾ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ കൊണ്ടുവന്ന കറിവേപ്പിലയിൽ നിന്ന് അതിൻ്റെ കൂമ്പിലകളൊക്കെ ഇല്ലേ, ആ കൂമ്പൊക്കെ ഞാനൊന്ന് ഒടിച്ചെടുക്കുകയാണ്. ഈ കൂമ്പൊക്കെ ഞാൻ ഒടിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു ടിന്നിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് നമ്മൾ ഒടിച്ചെടുത്ത തളിരിലകളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ചയോളം കറിവേപ്പില ഇതേപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ഇനി അടുത്തത് നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന കറിവേപ്പിലേക്ക് ഒരു കോട്ടൻ്റെ ഒരു തുണി എടുക്കുക. ആ ഒരു തുണിയിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തുണി ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. നല്ല ടൈറ്റായിട്ട് കവർ ചെയ്ത് കൊടുക്കണം. എയർ ഒന്നും കയറാത്ത വിധത്തിൽ കവർ ചെയ്യുക. എന്നിട്ട് നമുക്കൊരു പ്ലാസ്റ്റിക് കവർ ആവശ്യമുണ്ട്. സാധാരണ പ്ലാസ്റ്റിക് കവറിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞു പോകാറുണ്ട്. ഇതുപോലെ ചെയ്തു വെക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു നമ്മൾ കെട്ടിവെച്ചിരിക്കുന്ന ഈ കോട്ടൻ്റെ തുണിയിലെ കറിവേപ്പില വെച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. ഒന്നെങ്കിൽ നമുക്ക് കവർ കെട്ടിക്കൊടുക്കാം, അതല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇവിടെ കഴുകാതെയാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് കഴുകി യൂസ് ചെയ്താൽ മതി. നമ്മൾ ആവശ്യമുള്ളപ്പോൾ എടുത്ത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ നല്ല എയർ ടൈറ്റ് ആയിട്ട് കെട്ടി എടുത്തു വെക്കണം. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 2-3 മാസത്തോളം നമുക്ക് ഈ കറിവേപ്പിലയുടെ കളറൊന്നും പോകാതെ നല്ല പറിച്ചെടുത്തുകൊണ്ട് വന്ന പോലെ തന്നെ നമുക്ക് ഇരിക്കും. ഇത് നല്ലൊരു ടിപ്പാണ്. ഇനി കോട്ടൺ തുണി അല്ലെങ്കിൽ നമുക്ക് ഒരു വാഴയിലയിൽ കെട്ടി ഇതുപോലെ കവറിലിട്ട് പൊതിഞ്ഞ് വെച്ചാലും കറിവേപ്പില നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ഇനി അടുത്തതായിട്ട് ഞാൻ ഇവിടെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. വെള്ളത്തിന്റെ അംശമൊന്നും ഇതിനകത്ത് ഈ കറിവേപ്പിലയിൽ ഉണ്ടാവാൻ പാടില്ല. വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ കറിവേപ്പില പെട്ടെന്ന് ചീഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ കഴുകാതെ ഉപയോഗിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് കഴുകി യൂസ് ചെയ്താൽ മതിയാകും. പിന്നെ ഞാനിവിടെ ഈ കറിവേപ്പിലയുടെ ഓരോ ഇതളുകളായിട്ട് ഇങ്ങനെ തിരിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഞാനിവിടെ ഒരു ടിൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ഈ ഒരു ബോക്സിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അതിന്റെ മുകളിലും ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വയ്ക്കാം. ഇതുപോലെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിലും കറിവേപ്പില മാസങ്ങളോളം നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ഇപ്പം ഞാൻ ഇവിടെ 3 ടിപ്പുകൾ കാണിച്ചിട്ടുണ്ട്. കറിവേപ്പില നല്ല ഫ്രഷ് ആയിട്ട് നമ്മൾ വേപ്പിൽ നിന്ന് പറിച്ചെടുത്തുകൊണ്ട് വന്ന പോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ഇതുപോലെ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ടിപ്പുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, പിന്നെ ഷെയർ ചെയ്യാനും.